എന്താണ് SIR? എന്തിനാണ് ഈ കേരളത്തിലടക്കം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്? ഇപ്പോൾ ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ തന്നെ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന പരാതികളുമായിട്ട് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് തന്നെ വേണമോ ഇത്തരത്തിലൊരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊരു ചോദ്യം സമൂഹത്തിൽ ഉയരുന്നുണ്ട്. സാറിന് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? അതായത് നമ്മളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 വന്നു. 52 ആദ്യത്തെ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഏറ്റവും ഒടുവിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു ചിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ കാലഘട്ടങ്ങളിലൊന്നും ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ സാർവത്രികമായി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന പേര് TN ശേഷൻ എന്ന പാലക്കാട്ടുകാരനാണ്. അദ്ദേഹമാണ് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം എന്താണ് എന്ന് പഠിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാരുടെയും, കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അദ്ദേഹത്തെ നിയമിച്ചതെങ്കിൽ പോലും പലരുടെയും തെരഞ്ഞെടുപ്പും പലരുടെയും സ്ഥാനാർത്ഥിത്വം വരെ അദ്ദേഹം റദ്ദ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം അന്ന് ബാൽ താക്കറെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ബാൽ താക്കറെയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. സുപ്രീം കോടതിയിൽ ബാൽ താക്കറെ ചെന്നപ്പം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനും മറ്റൊരു കോടതിയാണ്, അതുകൊണ്ട് ആ സുപ്രീം കോടതി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനുമായി പറഞ്ഞ് അത് പരിഹരിക്കാൻ നോക്കാനാണ്. അതിന്റെ 7 അയലത്ത് വരാൻ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് പറ്റുമോ? അപ്പോ TN ശേഷൻ അന്ന് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനെ ഇന്ത്യ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ട് തിരുത്തി, ഞാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇലക്ഷൻ കമ്മീഷണർ അല്ല, ഇന്ത്യൻ ഭരണഘടന പറയുന്ന ഭരണഘടനാനുസൃതമായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെന്നാണ് പറഞ്ഞത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? തീർച്ചയായിട്ടും. അതേപോലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, അദ്ദേഹത്തിന് ഞാൻ ഭരണഘടന പറഞ്ഞ ഭരണഘടനാനുസൃതമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണെന്ന് പറയാനുള്ള ആർജവമുണ്ടോ? ഇല്ല. അദ്ദേഹം വീട്ടിൽ അദ്ദേഹത്തെ നിയമിച്ച പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഫോട്ടോ വെച്ചിട്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ, ഇവർ രണ്ടുപേരുമാണ് ഈ വീട്ടിന്റെ ഐശ്വര്യം എന്ന് അവിടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഹിന്ദിയിലെങ്കിലും ഉള്ള ചിത്രം വെക്കേണ്ടി വരും. അവിടെയാണ് പരാജയം. എന്താണ് ഇനി SIR? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇതെന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ രാജ്യം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയെ കുറിച്ച് വ്യാപകമായ ആക്ഷേപമുണ്ട്, അത് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി, അതും പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുക. ശ്രീ ഗോപകുമാർ, നമ്മളുടെയൊക്കെ ഇതുവരെയുള്ള അനുഭവ ജീവിത ചരിത്രത്തിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതായി കണ്ടിട്ടുണ്ടോ? ഈ ബൂത്ത് പിടുത്തമൊക്കെ നടക്കുന്ന വടക്കേ ഇന്ത്യയിൽ ചിലപ്പം ബോംബ് വെക്കുമ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ആ ബോംബിനകത്ത് അങ്ങ് പോയിട്ടുണ്ടാവും. അതും ഇപ്പോഴൊന്നും അല്ല, വളരെ പണ്ട്. അല്ലാതെ ജോലിഭാരം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കൊലക്കുറ്റത്തിനും പ്രേരണ കുറ്റത്തിനും കേസ് വരെ എടുക്കാവുന്ന സംഗതിയാണ്. ഈ കേരളത്തിൽ പോലും അത് സംഭവിച്ചില്ലേ? അതെ അതെ, തീർച്ചയായും. 1 മാസം സമയം കൊടുക്കുന്നിടത്ത് 15 ദിവസം കഴിയുമ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നത് അത് ശരിയായൊരു നടപടിയാണോ? ഒരിക്കലുമല്ല. ഇനി ഈ SIR എന്തിനാണ് നടപ്പിലാക്കുന്നത്? അത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനാണ് എന്നൊക്കെ പുറമേ പറയാമെങ്കിലും ഇതിനൊരു അന്തിമ ലക്ഷ്യമുണ്ട്. ആ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 2020 ആരംഭിച്ച നമ്മളുടെ പൗരത്വ ഭേദഗതി ബിൽ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിന്റെ തുടക്കമാണ് SIR. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് 2002 വോട്ടർ പട്ടിക. 2002 വോട്ടർ പട്ടികയിൽ ഒരാൾ വരണമെങ്കിൽ അയാൾക്ക് ഇപ്പോൾ എത്ര വയസ്സ് വേണം? 40 വയസ്സ് 41 വയസ്സ് വേണം. കാരണം 18 വയസ്സായാലല്ലേ വോട്ടർ പട്ടിക വരാൻ പറ്റും.
അപ്പൊ 41 വയസ്സിൽ താഴെയുള്ളവരാരും പഴയ 2002 പട്ടികയിൽ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഇനി ഈ പട്ടികയിൽ, വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സൗകര്യം എന്താണ്? 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള രക്തബന്ധമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഈ ഫോറത്തിനകത്ത് പൂരിപ്പിക്കുക. അങ്ങനെ പൂരിപ്പിക്കുമ്പോൾ അന്നുള്ള വോട്ടർ രക്തബന്ധമുള്ളത് എന്നാണ് പൊതുവേ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ആപ്പിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മ, അമ്മുമ്മ, ഈ 4 പേരല്ലാതെ ഉള്ള ഇത് അപ്ലോഡ് ചെയ്താൽ അത് അപ്ലോഡ് ആവില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനും അമ്മയും ആ കാലഘട്ടങ്ങളിലെല്ലാം ഗൾഫിലോ വിദേശത്തോ ആയിരുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല. അങ്ങനെയുള്ളവർ മരണപ്പെട്ടു പോയി. അപ്പൊ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും പണ്ടത്തെ ലിസ്റ്റിൽ ഇല്ല, അപ്പൂപ്പനും അമ്മുമ്മയും ഇല്ല. ആ കുട്ടിയുടെ എങ്ങനെ അപ്ലോഡ് ചെയ്യും? അപ്പം BLOമാരോടൊക്കെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ബന്ധം എന്താണെങ്കിലും അച്ഛൻ്റെ സഹോദരൻ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തി കൊടുക്കാം, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പറയുന്ന അനുസരിച്ചാണ് ഈ കടലാസിൽ എഴുതി കൊടുക്കുന്നതിന് യാതൊരു വിലയുമില്ല. അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് അംഗീകരിക്കൂ. അങ്ങനെയാണെങ്കിൽ എത്ര പേരായിരിക്കും പുറത്തു പോവുക? ഇനി മറ്റൊന്ന്, ഈ 2002 ലിസ്റ്റിൽ അന്ന് എവിടെയായിരുന്നു? നമ്മൾക്കറിയാം, കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ജോലി കിട്ടി സ്ഥലം മാറി പോകുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കും. തീർച്ചയായിട്ടും. അവരുടെ ഏത് ലിസ്റ്റിൽ എവിടെയാണ് അവരുടെ എന്ന് കണ്ടുപിടിക്കാൻ പോലും സംവിധാനമില്ല. ഇനി മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം ഈ തിരുവനന്തപുരത്തെ ഈ മുട്ടട ഇപ്പോൾ ഒരു വലിയ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു സ്ഥലമായി മാറിയല്ലോ, വൈഷ്ണയുടെ പേരുകെട്ടലുമായി ബന്ധപ്പെട്ട്. അവിടെ നമ്മളുടെ മാധ്യമ സാമ്രാട്ട് MV നികേഷ് കുമാർ, അദ്ദേഹത്തിന് ആ പേരിലൊക്കെ വിളിക്കാവുന്നതാണ്. അദ്ദേഹം ഈ മുട്ടടയിലെ ഏറ്റവും അവസാനത്തെ സപ്ലിമെന്ററി ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ളത് ശ്രദ്ധയിൽ വന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരുണ്ട്, ഭാര്യ റാണി നികേഷ് കുമാർ ഉണ്ട്, ശങ്കരൻ മകൻ, 3 പേരുമുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ പേര് കളമശ്ശേരി ഇടപ്പള്ളിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലും ഉണ്ട്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പ്രോഗ്രാമിങ്ങും ഈ ഡിജിറ്റൽ സംവിധാനം ഇത്രയും ആയപ്പോൾ അദ്ദേഹം ഇവിടെ പേര് ചേർക്കുകയാണെങ്കിൽ ഒരു കോളം പൂരിപ്പിച്ചു കൊടുക്കണം. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും താങ്കൾ കോട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അദ്ദേഹം എന്ത് എഴുതി കൊടുത്തു കാണും? ഇല്ല എന്ന് എഴുതി കൊടുത്തു കാണും. ഉണ്ട് എന്ന് എഴുതി കൊടുത്താൽ ആ ഡീറ്റെയിൽസ് കൊടുത്താൽ അവിടുന്ന് ലിസ്റ്റിൽ നിന്ന് വെളിയിലാവും. ഞാനിത് പറയാൻ എൻ്റെ മകനും ഭാര്യയും കൊല്ലത്ത് നിന്ന് വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിന്റെ തൊട്ടടുത്ത സമയം കൊല്ലത്ത് നിന്ന് അവരുടെ 2 പേരുടെയും പേര് പോയി. അപ്പൊ എന്താ നികേഷ് കുമാറിന്റെ പോകാത്ത? അപ്പൊ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന IASകാരും അതുപോലുള്ളവർക്കുമൊക്കെ ഇത്രയും ഓരോ ദിവസം കഴിയുന്തോറും ടെക്നോളജി എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ വോട്ട് ഇരട്ടിപ്പൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇരട്ടിപ്പൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെറുതെ മേനി നടിക്കാവുന്നല്ലാതെ SIRലൂടെ ഈ ഇന്ത്യയിലെ കുറെ പേരെ പൗരത്വ ഭേദഗതി ബില്ലിലൂടെ പുറത്താക്കാൻ കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിലെ ഗവൺമെന്റും കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെ നമ്മൾക്ക് പറയാതിരിക്കാൻ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു SIRമായിട്ട് മുന്നോട്ട് പോകുന്നത്, വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-13 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്. ആ സമയത്താണ് ജനങ്ങൾ പലരും ആശങ്ക കൊണ്ടാവുന്നത്, ഞങ്ങൾക്ക് വോട്ടുണ്ടോ, വോട്ടില്ലയോ, എങ്ങനെയാണ് ഇനി വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാക്കിയത്? കാരണം തെരഞ്ഞെടുപ്പിൽ നിന്ന് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഒഴിവാക്കിക്കൂടെ? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതും ഈ പറഞ്ഞതുപോലെയാണ്. അതായത് ഈ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ബലിയേറാമലയാണ്. അതായത് രാഷ്ട്രീയപരമായി ജയിക്കാൻ കഴിയുകയില്ല. പിന്നെ ഭിന്നിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ ജയിക്കാമെന്ന് വിചാരിച്ചാലും ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ സമ്മതിക്കില്ല. നേതാക്കന്മാർക്ക് തമ്മിൽ അന്തർധാര ഉണ്ടാക്കാം, ജനങ്ങൾ ആ അന്തർധാരയ്ക്ക് കൂട്ടുനിന്ന് കൊടുക്കില്ല. പിന്നീട് ഈ തട്ടിക്കൊണ്ട് റിസോർട്ടിൽ കൊണ്ടുപോയി മാറ്റി ഭരണം പിടിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അപ്പൊ കേരളം എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ ഈ കേരളവും തമിഴ്നാടും BJP എഴുതി തള്ളിയ 2 സംസ്ഥാനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്തിന് കേരളത്തെ ഈ രീതിയിൽ സഹായിക്കണം?
എന്നുള്ള ഒരു ലക്ഷ്യം അതിന്റെ പിന്നിൽ കാണും. അതല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിനും എക്സംഷൻ ഉണ്ട് ഇല്ലേ? ഹർത്താലും ബന്ധും പണിമുടക്കം പ്രഖ്യാപിച്ചാൽ പോലും പാലും പത്രവും ഒക്കെ ഒഴിവാക്കി കൊടുക്കും. അതുപോലെ ഈ 12 സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുമ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇത് അടുത്ത ജാനുവരി 1 മുതൽ നടപ്പിലാക്കിയാൽ മതിയെന്ന് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. പക്ഷേ അദ്ദേഹം അത് കർശനമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ അത് കേസിൽ വരെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത, നീതി, ഈ ധാർമ്മികത എന്നൊക്കെ പറയുന്നതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. SIR-ലൂടെ കേരളത്തിലെ ജനങ്ങളെ വളരെ ഭീതി പകരുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവിടെ ഏറ്റവും ആശങ്കപ്പെടുകയും ചെയ്യുന്നത് പ്രവാസികളാണ്. ആ പ്രവാസികളുടെ മക്കൾ, അവരുടെ ബന്ധുക്കളൊക്കെ ആശങ്കയിലാണ്. ഒപ്പം ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഇത് ഭീതി കിടക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗക്കാർ അതിനേക്കാൾ ഭീതിയിലാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ബുദ്ധിയൊക്കെ പ്രധാനമന്ത്രിക്കും NDAയ്ക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ്. ഇപ്പം കേരളത്തിൽ മാത്രമല്ലല്ലോ, രാജസ്ഥാനിലോ ബീഹാറിലോ എവിടൊക്കെയോ BLO-മാർ 12 13 BLO-മാർ ഇതിനോടകം ആത്മഹത്യ ചെയ്തു. ഇത് ഒരു പക്ഷേ ലോകത്തിൽ ഇന്ത്യയുടെ മാനം കെടുത്തുന്ന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ, പക്ഷേ അത് അതിന്റെ മഹത്വം, യശസ് ഒക്കെ കെടുത്തുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയപ്പെടുന്നത് നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. കാനഡയിൽ അങ്ങനെ ഒരു ബില്ല് കഴിഞ്ഞ ദിവസം പാസ്സാക്കി, സെനറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരും. പക്ഷെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് അവിടുത്തെ ജനങ്ങളെ മുഴുവനായിട്ട് എടുത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ അവർ പറയുന്നുണ്ട്, നിയമപരമായിട്ട് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഉൾക്കൊള്ളിക്കും. കൂടുതൽ അവിടെ എത്തപ്പെട്ടവരെ, അതായത് അവിടെ തന്നെ ജനിച്ചു വളർന്നവരെ, ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് പൗരത്വമുള്ളവരോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന് താമസിക്കുന്നവരായിട്ടുള്ള കുട്ടികളെ അടക്കം ഇന്ത്യക്കാർക്കാണ് അത് കൂടുതൽ അവിടെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന നാട്ടിലാണ് പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുക്കുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല? ഇവിടെ ഒരു വർഗീയമായിട്ടുള്ള വേർതിരിവുണ്ടാകുന്നു. മാത്രമല്ല, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഭരണഘടന അനുസൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിനെ, ആ ഇലക്ഷൻ കമ്മീഷനെ പോലും ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. അവിടെ ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു വാചകം മാത്രം പറഞ്ഞാൽ മതിയാകും. ഇത്രയും ബൃഹത്തായ, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നിഷ്പക്ഷമായ ഒരു ഭരണഘടന നമ്മൾക്കുണ്ട്. പക്ഷേ ഈ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരിക്കേണ്ട ഭരണകർത്താക്കൾ മര്യാദക്കാരല്ല എങ്കിൽ ഈ ഭരണഘടന കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് 1950-ലെ ഇത്ര 75 വർഷം മുമ്പേ ദീർഘവീക്ഷണത്തോടു കൂടി അംബേദ്കർ പറഞ്ഞതാണ് അതിന്റെ ശരിയായ അർത്ഥം. കടലാസിൽ എഴുതി വെച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ബൈബിൾ വചനമാണ്. അത് നടപ്പിലാക്കിയാൽ ഇതുപോലെ ഒരു ആപ്തവാക്യം ലോകം മുഴുവൻ നന്നാകില്ലേ? പക്ഷെ അത് എഴുതി വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാതിരുന്നാൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഭരണഘടനാപരമായ ശേഷനെ പോലെയുള്ള നിലപാടെടുത്തില്ല എങ്കിൽ ഇപ്പൊ ഇത് വരുന്നത് എന്താണ്? വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന പോലെ ഒരു ഇലക്ഷൻ കമ്മീഷൻ, അത് അദ്ദേഹം ആ കൂറ് കാണിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മുമ്പ് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് രണ്ടുപേരും ഏത് കാലഘട്ടത്തിലായാലും ഒന്നേ ആയിട്ട് വോട്ട് പോകുമല്ലോ. പിന്നെ ഉള്ള ഡിസൈഡിങ് ഫാക്ടർ മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതി. അദ്ദേഹത്തിനെ നിഷ്പക്ഷനായി നമ്മൾ കണ്ടിരുന്നു പഴയ ഗവൺമെന്റുകളൊക്കെ, എല്ലാ വാജ്പേയി അടക്കമുള്ളവർ. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് എന്താ? അത് മാറ്റിയിട്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രി, അതായത് അമിത്ഷാ. ഞാനും അമിത്ഷായും പിന്നെ രാഹുലും എന്ന നിലയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും കൂടെ ചേർന്ന് ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അവർക്ക് അനുകൂലമായി മാത്രം നിൽക്കുന്ന ഒരു നില വന്നു. അത് രാജ്യത്തിനാപത്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാപത്താണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആപത്താണ്.